സർ നമസ്കാരം. നമസ്കാരം. സർ കഴിഞ്ഞ ദിവസം കേരള ഹൗസിലെത്തിയ ദീപ ജോസഫ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെതിരെ ഒരു പരാതി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെയും കൈരളി ചാനലിന്റെയും മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ കയ്യേറ്റ ശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ടൊരു പരാതി അല്ലെങ്കിൽ ഒരു ആരോപണം ഇപ്പോൾ നിലവിലുണ്ട്. അവർക്ക് കേരള ഹൗസിലെത്തി അവരെ വളഞ്ഞിട്ട് അവരുടെ പേരിൽ ഒരു വ്യാജ അലിഗേഷൻ വെച്ചിട്ട് അവർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ ന്യൂസ് ഫേക്കാണ്, അത് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ആക്രോശിച്ചത്. ആ സമയത്ത് അവിടെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായതായിട്ടൊന്നും നമുക്കറിയില്ല. പക്ഷെ അവർ പറയുന്നുണ്ട്, എനിക്ക് റിപ്പോർട്ടറിനോടും കൈരളിയോടും സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ റിപ്പോർട്ടറിന്റെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത്, അങ്ങനെ ഞങ്ങൾക്ക് മാധ്യമ വിലക്ക് ഏർപ്പെടുത്താൻ നിങ്ങൾ ആരാണ്, നിങ്ങൾ സംസാരിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ദീപ ജോസഫിനോട് തിരിച്ചും അവർ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് സർ ന്യായമായിട്ടുള്ളൊരു കാര്യം? ഒരാള് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവർ സംസാരിച്ചേ പറ്റൂ അല്ലെങ്കിൽ വിലക്ക് ഏർപ്പെടുത്താൻ പാടില്ല, ഞങ്ങൾക്ക് ഉത്തരം തന്നേ പറ്റൂ എന്ന് ശഠിക്കാനായിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അധികാരമുണ്ടോ? കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ റിപ്പോർട്ടർ ചാനലും കൈരളി ചാനലിന്റെ പ്രതിനിധികൾ തന്നെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതെ, അല്ല, കൊടുത്തിട്ടുണ്ടോ? പരാതിയായിട്ട് അവർ കൊടുത്തിട്ടില്ല. പക്ഷെ അതിജീവിത എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിജീവിത ഇപ്പൊ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് റിപ്പോർട്ടർ ചാനലിലും ഈ ഒരു വിഷയത്തിൽ ദീപ ജോസഫിന്റെ പേര് വന്നപ്പോൾ വീണ്ടും തന്നെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൃതദേഹത്തിന് പോലും മരിച്ചതിന് ശേഷം ആദരവിനും ഉള്ള അർഹതയുണ്ട്, പക്ഷെ തന്നെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ ദീപ ജോസഫ് വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിത വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ ആദ്യത്തെ അതിജീവിത ഇന്നലെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ ആദ്യത്തെ പരാതിക്കാരി എന്ന് നിങ്ങൾ പറയണം, അവർ അതിജീവിത അല്ല. ഓക്കെ സർ, അതെ. കാരണം ഒരാളെ നമ്മൾ അതിജീവിത എന്ന് വിശേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവര് ഒരു സെക്ഷൽ ക്രൈമിന്റെ വിക്ടിമാണെന്ന് നമുക്ക് പ്രൂഫ് വേണം. അതെ, നമ്മൾ റേപ്പ് കേസിലെ ആളുകളെ നമ്മൾ അല്ലെങ്കിൽ പോക്സോ വിക്ടിംസിനെ നമ്മൾ അതിജീവിത എന്ന് പറയാൻ അതെന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ അവര് ആ കേസില് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ അവർ സെക്ഷലി അബ്യൂസ്ഡ് ആണ് എന്ന് മെഡിക്കലി പ്രൂവ്ഡ് ആയതിനു ശേഷമേ അവരെ നമുക്ക് അതിജീവിത എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അതെ. ഇപ്പൊ റേപ്പ് കേസ് പോലും ഒരു വ്യക്തി പരാതി കൊടുത്താൽ കംപ്ലൈന്റിനെ നമുക്ക് അതിജീവിത എന്ന് പറയാനൊക്കൂല, പരാതിക്കാരി എന്നേ പറയാനൊക്കൂ. മെഡിക്കലി സെക്ഷൽ അസോൾട്ട് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം അതിജീവിത എന്ന് വിളിക്കുന്നതാണ് ശരിയായിട്ടുള്ള കാര്യം, രീതി. ഇപ്പം പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഒരാൾ പരാതി കൊണ്ട് സെക്ഷൽ നേച്ചറിലുള്ള പരാതി കൊടുത്താൽ ഉടൻ അതിജീവിതയാണ്. അത് തെറ്റായിട്ടുള്ള ഒരു ഇന്റർപ്രിറ്റേഷനാണ്. അത് ആവശ്യമില്ലാത്തൊരു മാറ്റിടം അവരെ കൺസിഡർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ ആദ്യത്തെ പരാതിക്കാരി കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഒരു സീരിയസ് നേച്ചറുള്ള സെക്ഷൽ അസോൾട്ട് ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അറ്റംപ്റ്റ് ടു ഔട്ട്റേജ് മോഡസ്റ്റി ഓഫ് എ വുമൻ, സ്റ്റോക്കിംഗ് മുതലായിട്ടുള്ള സെക്ഷൻസ് ആണ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്, ചാർജ് ചെയ്തിട്ടുള്ളത്. ആ സെക്ഷൻസ് ഒന്നും തന്നെ വിക്ടിമിന്റെ ഐഡന്റിറ്റി പുറത്ത് ഡൈവേർജ് ചെയ്താൽ സെക്ഷൻ 72 BNS അട്രാക്ട് ചെയ്യൂല. ഇപ്പോൾ എനിക്ക് ഈ പരാതിക്കാരിയുടെ പേര് പരസ്യമായി നിയമപരമായി എനിക്ക് പറയാനായിട്ട് യാതൊരു മടിയുമില്ല. പക്ഷെ ഞാൻ അവരുടെ പേര് നമ്മളുടെ ഈ അഭിമുഖത്തിൽ ഇപ്പോൾ പറയാത്തത് നിയമപരമായി അത് തെറ്റായുള്ളത് കൊണ്ടല്ല. അത് ഞാനൊരു മനുഷ്യാവകാശ പ്രവർത്തകനെന്ന നിലയ്ക്ക് എൻ്റെ ധർമ്മബോധത്തിന് അവരുടെ പേര് വെളിപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ നിയമപരമായി ഞാനോ വേറെ ഒരാളോ
ആ വ്യക്തിയുടെ പേര് പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞാൽ, അവരുടെ ഫോട്ടോ ഷെയർ ചെയ്താൽ അതൊന്നും നിയമലംഘനമാകുന്നില്ല. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഇത് നിയമവിരുദ്ധമായിട്ടുള്ള അറസ്റ്റാണ്. ഈ സന്ദീപ് വാര്യർ അദ്ദേഹത്തിന് നിയമത്തിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തത് കൊണ്ട് പോയി ജാമ്യം എടുത്തു. ഇപ്പോൾ ഈ പറയുന്ന വക്കീൽ എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് അവർ സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് പോയെന്ന് ഞാൻ പറയും. കാരണം ഇവർക്കെതിരെ എല്ലാം പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് സ്റ്റേഷൻ ബെയിലബിൾ ആണ്. അഗ്നേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ 2014 ഞാൻ പല അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട്. ആ കേസ് വന്നത്, അതിന്റെ ജഡ്ജ്മെന്റ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചതിന് ശേഷം ഇന്ത്യയെ സംബന്ധിച്ച് നോൺ ബെയിലബിൾ എഴുതി വെച്ചിരിക്കുന്ന 7 വർഷമോ 7 വർഷത്തിൽ താഴെയോ ശിക്ഷ കൊടുക്കാവുന്ന ഏതൊരു കേസിലും BNSS 35(3) നോട്ടീസ്, പണ്ടത്തെ CRPC 41A എന്നാണ് അർണേഷ് കുമാർ ജഡ്ജ്മെന്റ് CRPC 41A എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അന്ന് BNSS വന്നില്ല, അത് റീപ്ലേസ് ചെയ്ത് വന്ന ഇക്വലന്റ് സെക്ഷൻ ആണ് 35(3). ആ 35(3) നോട്ടീസ് ഹാജരാകാൻ പോലീസ് കൊടുക്കണം. അത് വാട്സപ്പിൽ കൂടെ കൊടുത്താൽ പോരാ, നേരിട്ട് കൊണ്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കണം. സഫീഷ്യന്റ് അഡ്വാൻസ് നോട്ടീസും കൊടുക്കണം. അല്ലാതെ നോട്ടീസ് കൊടുത്ത് ഇപ്പൊ വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ ഒക്കില്ല, അത് നിയമപരമായി തെറ്റാണ്. അങ്ങനെ ഒരാൾക്ക് ഹാജരാകാനുള്ള നോട്ടീസ് കൊടുത്ത് ആ വ്യക്തി അവിടെ ഹാജരായില്ലെങ്കിൽ മാത്രമേ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ ഒക്കുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന അഡ്വക്കേറ്റ്, ആ ലേഡിയുടെ പേരെന്താണ്? ദീപ ജോസഫ്. അവര് അഡ്വക്കേറ്റ് ദീപ ജോസഫിന് നമ്മുടെ സന്ദീപ് വാര്യർക്കും ജാമ്യം എടുക്കേണ്ട ഒരു കാര്യമില്ല. പോലീസ് നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ കണ്ടംപ്റ്റ് ആണ്. രാഹുൽ ഈശ്വറിനോട് ഞാൻ കണ്ടംപ്റ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ചെയ്യുമോന്നറിയില്ല. ഇവർക്ക് നോട്ടീസ് കൊടുത്ത് ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ആവശ്യം തോന്നിയാൽ സ്റ്റേഷൻ ജാമ്യം, 2 പേരുടെ ആൾ ജാമ്യത്തിൽ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് അവരെ വിടണം. അത്തരം സെക്ഷൻസ് മാത്രമേ ഈ 2 വ്യക്തികൾക്കെതിരെയും രാഹുൽ ഈശ്വറിനെതിരെ ഉള്ള ഒരു കോമൺ FIR ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ FIRൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് 7 വർഷത്തിന് മുകളിലുള്ള ഒരു ശിക്ഷയിൽ ഇവർക്കെതിരെയുള്ള FIRൽ ഒഫൻസ് സെക്ഷൻസ് പറഞ്ഞിട്ടില്ല. ഇവർക്കുള്ള FIR സെക്ഷൻസ് എല്ലാം അതിൽ താഴെയുള്ള സെക്ഷൻസ് ആണ് ഇട്ടിട്ടുള്ളത്. അതിൽ മുകളിലുള്ള സെക്ഷൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഓവർ ചാർജിൽ, ഫോൾസ് ചാർജിങ്ങിന് പോലീസിനെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിയെ അതിജീവിത എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് നിർത്തേണ്ടതാണ്. അവര് പരാതിക്കാരിയാണ്, അവർ അതിജീവിതയല്ല. പിന്നെ ഒരാളെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിക്കുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ഓരോരുത്തരുടെ ധർമ്മബോധമാണ്. എന്റെ ധർമ്മബോധം ഒരിക്കലും അത് അനുവദിക്കില്ല. ഓക്കെ, ഇപ്പൊ സ്ത്രീ എന്ന പരിഗണന പോലും കൊടുത്തില്ല എന്ന തരത്തിലാണ് സുപ്രീം കോടതി പോലും ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്കെതിരെ ഇങ്ങനെ ചെയ്യാമോ എന്നാണ് സുപ്രീം കോടതി ആ സമയത്ത് ദീപ ജോസഫിന്റെ കേസിൽ ചോദിച്ചത്. ആ വിഷയം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ഒരിക്കലും അത്തരത്തിലൊരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി പല ഓറൽ ഒബ്സർവേഷൻസും നടത്താറുണ്ട്. സുപ്രീം കോടതി ബെഞ്ചിലിരിക്കുന്ന ജഡ്ജിമാര് അവര് വാക്കാൽ പല ഒബ്സർവേഷൻസും അവർ നടത്താറുണ്ട്. അതൊന്നും ദാറ്റ് ഡസൻറ്റ് ഫോം പാർട്ട് ഓഫ് ദ ജഡ്ജ്മെന്റ്. ഇവരുടെ ജഡ്ജ്മെന്റ് എടുത്ത് നോക്കൂ, അതിലും കമാൻ ഒരു അക്ഷരം സുപ്രീം കോടതി പറയില്ല, പറയാൻ പറ്റില്ല സുപ്രീം കോടതിക്ക് അത്തരം പരാമർശങ്ങൾ. പിന്നെ ഇവര് കോടതിയുടെ മുമ്പിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിച്ചു അത് മാത്രമേ കോടതിക്ക് ജഡ്ജ്മെന്റ് പറയാൻ ഒക്കുള്ളൂ. അവർ അർണേഷ് കുമാർ ഉന്നയിച്ച് കാണില്ല, എനിക്ക് ഞാൻ 100% എഴുതി വെച്ച് തരാം. ഈ വക്കീല് സുപ്രീം കോടതിയുടെ മുമ്പിൽ അർണേഷ് കുമാർ കംപ്ലയൻസ് ഇല്ല എന്ന് പറഞ്ഞു കാണുകയില്ല. പിന്നെ അതുണ്ടെങ്കിൽ പോലും
സുപ്രീം കോടതിയിലല്ല ഇവര് ഇത് റിട്ട് ഫയൽ ചെയ്യേണ്ടത്. ഇവര് ബെയിൽ ആപ്ലിക്കേഷനുമാണെന്ന് തോന്നുന്നു ഫയൽ ചെയ്തിട്ടുള്ളത്. ഇവര് നേരെ ഹൈക്കോടതിയിൽ ആണ് പോകേണ്ടിയിരുന്നത്. അതിനു മുമ്പ് ഇവര് പോലീസിനെ നോട്ടീസ് അയക്കണമായിരുന്നു. 35 നോട്ടീസിന്റെ കംപ്ലൈൻസ് വേണമെന്നും എൻസൈറ്റിംഗ് സ്റ്റേഷൻ ജയിലെന്നും പറഞ്ഞ് നോട്ടീസ് അയക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ഇവര് ഹൈക്കോടതിയിൽ എന്നിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവര് പ്രീ ബെയിലിന് പോകണമായിരുന്നു. ഓക്കെ സാർ, മനസ്സിലാവുന്നു. പക്ഷേ പ്രീ അറസ്റ്റ് ബെയിലിന്, അത് ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയും. പ്രീ അറസ്റ്റ് ബെയിലിന് പോകണമായിരുന്നു. ഓക്കെ സാർ. അപ്പൊ അത് അർണേഷ് കുമാർ നോൺ കംപ്ലയൻസ് ആണ് അവർ ചൂണ്ടിക്കാണിക്കേണ്ടിയിരുന്നത്. അതെ, ഓക്കെ. ഓറൽ ഒബ്സർവേഷൻസ് പലതും വൈകാരികമായിട്ട് ബന്ധിയിരുന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യവുമില്ല. അതൊന്നും അവർ ജഡ്ജ്മെന്റിൽ എഴുതൂല. പലതും പറയാം, പലതും പറയുന്നുമുണ്ട്. ഓക്കെ സാർ. ഇപ്പോ ഇവിടെ ഇന്നലത്തെ ദിവസം മിനിഞ്ഞാന്നത്തെ ദിവസം സംഭവിച്ചിരിക്കുന്നത്, കേരള ഹൗസിൽ ചെന്ന ഇവരെ പറ്റിയിട്ട് റിപ്പോർട്ടേഴ്സ് മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത ശരിക്കും ഒരു അടിസ്ഥാനമില്ലാത്ത വാർത്തയായിരുന്നു. ഒരാൾ അവിടെ ചെന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ചെന്നു എന്നല്ല മാധ്യമങ്ങൾ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതയെ അപമാനിച്ച് രാഹുലിന്റെ വക്കീൽ മുഖ്യമന്ത്രിയെ കാണാൻ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു വ്യാജ സ്റ്റേറ്റ്മെന്റ് അവർക്കെതിരെ ഇറക്കിയപ്പോഴാണ് അവർ ഇതിന് എതിരായിട്ട് സംസാരിച്ചത്. ഈ വാർത്ത ഫേക്ക് ആണ്, ഇത് ഡിലീറ്റ് ചെയ്യണം, എന്റെ സമ്മതം ഇല്ലാണ്ട് എന്റെ വാർത്ത എടുക്കരുത് എന്ന് പറഞ്ഞത്. അപ്പൊ വാർത്ത എടുക്കരുത് എന്ന് പറഞ്ഞത് നിയമവശമായിട്ട് ശരിയാണോ എന്നും എനിക്കറിയണം. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ അവർ പറയുന്നുണ്ട്, റിപ്പോർട്ടർ ചാനലിനോടും കൈരളിയോടും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ നിങ്ങൾക്ക് മറുപടി തരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ബൈറ്റ് തരില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങളോട് സംസാരിക്കില്ല എന്നവർ പറയുന്നുണ്ട്. അപ്പൊ ഒരു വ്യക്തി ഒരാളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് ഞങ്ങളോട് സംസാരിച്ചേ പറ്റൂ, നിങ്ങളുടെ മറുപടി ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്ന് ശഠിക്കാനുള്ളൊരു നിയമം അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ ആ വീഡിയോ കാണുകയുണ്ടായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഡ്വക്കേറ്റ് ആണോ ഈ വേദി എന്നുള്ളത് അറിയത്തില്ല. അല്ല സാർ, അവരല്ല, അഡ്വക്കേറ്റ് അവരല്ല. ഓക്കെ. അവർ അതിജീവിതയെ പറ്റിയിട്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ടീവ് ആയിട്ട് കുറച്ച് പോസ്റ്റുകൾ ചെയ്തു, അല്ലെങ്കിൽ അവരുടെ നിലപാട് പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. അത് തന്നെ. അപ്പോൾ അവര് അങ്ങനെ നിലപാട് പറഞ്ഞ വ്യക്തി മുഖ്യമന്ത്രിയെ കാണാൻ വന്നു എന്നൊരു വാർത്ത കൊടുത്താൽ ആ വാർത്ത എങ്ങനെ തെറ്റാകും? അവര് അവിടെ ചെന്നില്ലേ? അതെ, പക്ഷെ കേരള ഹൗസിൽ അവർ ചെന്നത് മുഖ്യമന്ത്രിയെ കാണാനാണെന്ന് അവർ ആരോടും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വാർത്ത തെറ്റാണെന്ന് മാത്രമേ അവർക്ക് പറയേണ്ട കാര്യമുള്ളൂ. അതിനകത്ത് ഡിഫമേറ്ററി ആയിട്ട് ഒരു കണ്ടന്റും ഇല്ല. ഓക്കെ. അവര് മറുപടി പറയാൻ വേണ്ടിയിട്ട് നമ്മള് മാധ്യമങ്ങൾ പിടിച്ചാലും ഡിഫമേറ്ററി ആയിട്ടുള്ള കോണ്ടന്റ് അതിനകത്ത് ഒരു രീതിയിലും വരുന്നില്ല. ഓക്കെ സാർ. തെറ്റായ വാർത്ത എന്നുള്ളൂ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ഒരാൾ കാണാൻ ചെല്ലുന്നു എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അപമാനകരമായിട്ടുള്ള വിഷയമാണോ? ഒരിക്കലും അല്ല. എങ്കിൽ മാത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരാൾ കാണാൻ ഒരു വേദി ചെന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അപമാനകരമായിരിക്കാം. പക്ഷേ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ കാണാൻ ഒരു വേദി ചെല്ലുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തി ചെല്ലുന്നു എന്ന് പറയുന്നത് അപമാനകരമല്ല. അപ്പോൾ അത് തെറ്റായ വാർത്ത എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു ലീഗൽ കോഴ്സ് ഓഫ് ആക്ഷന് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് സ്കോപ്പില്ല. 2, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് മാധ്യമങ്ങളോട് ഒരു ഇൻഡിവിജ്വലിന് പറയാനുള്ള എല്ലാ റൈറ്റും ആ ലേഡി അഡ്വക്കേറ്റിന് റിപ്പോർട്ടർ ടിവിയോടും കൈരളി ചാനലിനോടും സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർക്കത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കാനായിട്ടുള്ള സകല അധികാരമുണ്ട്. അവരോട് പ്രതികരിക്കാതിരിക്കാനുള്ള അവകാശവും. പക്ഷെ ഇടയിൽ അവർ വളരെ അജിറ്റേറ്റഡ് ആയിരുന്നു. ആ ലേഡി ആ റിപ്പോർട്ടറിന്റെയോ കൈരളിയുടെയോ ആരെയോ ഒരു ആളെ നീന്നൊക്കെ വിളിക്കുന്നതായിരുന്നു. പക്ഷേ അത് നിയമപരമായി തെറ്റായിട്ടൊന്നും ഞാൻ പറയില്ല.
അങ്ങനെ അജിറ്റേറ്റഡ് ആയിട്ട് അവര് പെരുമാറുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഈ പത്രപ്രവർത്തകർ പലപ്പോഴും അവര് പ്രൊവോക്ക് ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതൊരു പബ്ലിക് സ്പേസ് ആണ്. കേരള ഹൗസിന്റെ കോമ്പൗണ്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അതെ, അവിടെ നിന്ന് ആരും കടക്ക് പുറത്തു എന്ന് പറയാൻ സാധിക്കുകയില്ല. അവരുടെ മുറിക്കകത്തായിരുന്നോ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കോമ്പൗണ്ടിലാണെങ്കിലോ, അല്ലെങ്കിൽ അവരുടെ ഓഫീസിലോ ഓഫീസിന്റെ കോമ്പൗണ്ടിലോ അങ്ങനത്തെ വല്ല സ്ഥലങ്ങളിലാണെങ്കിൽ കടക്ക് പുറത്തെന്ന് പറയാം. അതെ, അവിടെ ഒരു ക്രിമിനൽ ട്രസ്പാസ് ആകും മറ്റുള്ളവർ ആവശ്യമില്ലാതെ കയറി വന്നാൽ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് കേരള ഹൗസിന്റെ കോമ്പൗണ്ടാണ്. അവിടെ നിന്ന് ആരെയും നമുക്ക് പുറത്താക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് ഒരു വ്യക്തിക്ക് പറയാൻ അവകാശമുണ്ട്. ആ പറഞ്ഞതിൽ തെറ്റില്ല. അവര് കയ്യേറ്റ ശ്രമമൊന്നും നടത്തിയതായിട്ട് ആ വീഡിയോയിൽ കാണാനില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വ്യാജ പരാതി കൊടുത്തവർക്കെതിരെ അവർക്ക് നടപടിയെടുക്കാം. പിന്നെ അവര് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും അവരെ തടഞ്ഞു വെക്കുന്ന ഒരു ദൃശ്യം അവിടെ കാണാം. അതെ, അതിന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ റിപ്പോർട്ടർ ചാനലിനും ഈ കൈരളി ചാനലിനും എതിരെ BNS 126 റോങ്ഫുൾ റെസ്ട്രെയിന്റ് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. ഒരു മാസമേ ശിക്ഷയുള്ളൂ. പക്ഷെ റോങ്ഫുൾ റെസ്ട്രെയിന്റിന് കൊടുക്കാം. അതേപോലെ തന്നെ BNS 70 സ്റ്റോക്കിങ്ങിന് കൊടുക്കാം. ആദ്യത്തെ ഒഫൻസ് 3 വർഷമാണ്. ആദ്യത്തെ ഒഫൻസ് പിന്നെ റിപ്പീറ്റ് ഒഫൻസ് ആണെങ്കിൽ 5 വർഷം വരെ. അതായത് നിരന്തരം അവര് പോകുന്നിടത്തൊക്കെ അവരെ അൺവാണ്ടഡ് ആയിട്ട് അവര് വളരെ വ്യക്തമായിട്ട് എനിക്ക് നിങ്ങളെ ആയിട്ട് ഒന്നും ബന്ധപ്പെടാൻ താല്പര്യമില്ലാതെ എസ്പെഷ്യലി ഒരു ലേഡി വ്യക്തമാക്കിയ സ്ഥിതിക്ക് ആ 2 ചാനലുകാരും ഇവരുടെ പുറകെ ഇനി ചെന്ന് അവരെ ശല്യപ്പെടുത്തിയാൽ അവർക്ക് ഈ 2 സെക്ഷൻസും സ്റ്റോക്കിങ്ങും റോങ്ഫുൾ റെസ്ട്രെയിന്റിനും അവർക്കെതിരെ തീർച്ചയായിട്ടും പരാതിപ്പെടാവുന്നതാണ്. മാധ്യമങ്ങൾക്ക് അങ്ങനെ ലൈസൻസ് ഒന്നും ഇല്ല എവിടെയും എന്തും ചോദിക്കാനും കയറി ചെല്ലാനും ഒക്കെ. മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്ത് കുറച്ചുകൂടെ മര്യാദ, സെൽഫ് റെസ്ട്രെയിന്റും ഒക്കെ പുലർത്തണം, ധാർമ്മികതയും പുലർത്തണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അവര് പക്ഷം പിടിച്ച് നിയമം ഈ മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ തലപ്പത്തിരിക്കുന്നവർക്ക് പോലും നിയമം എന്താണെന്ന് അറിയില്ലാതെ ആധികാരികമായിട്ട് നമ്മളുടെ നാട്ടിലെ ജനങ്ങളുടെ തലച്ചോറിലേക്ക് നിയമത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള ധാരണകൾ പകർന്നു കൊടുക്കുന്നത് ഒരു വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഈ മാധ്യമം. അവർക്ക് ഇതിനുള്ള അധികാരമൊന്നുമില്ല. മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ഇപ്പുറത്ത് നിൽക്കുന്ന ലേഡി അഡ്വക്കേറ്റിന് പറയാനും അത് അവരുടെ ചോയ്സാണ്. അവർ ജസ്റ്റിഫൈഡ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യമാണ്. അവര് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനകത്ത് അതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ധർമ്മബോധമാണ്. പക്ഷെ ആസ് എൻ ഇൻഡിവിജ്വൽ അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. പിന്നെ അവർ കേസ് കൊടുക്കും എനിക്കത് വാർത്ത കൊടുക്കുക കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ വക്കീല് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ കേരള ഹൗസിൽ വെച്ച് ചോദിച്ചപ്പോൾ അവര് കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊരാൾ വാർത്ത കൊടുത്താൽ അവർക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. കാരണം അതിനകത്ത് ഡിഫമേറ്ററി കോണ്ടന്റ് ഒന്നുമില്ല. അതിനകത്ത് യാതൊരു വിധത്തിലും ഡിഫമേറ്ററി കോണ്ടന്റ് ഇല്ല. അതേസമയം അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നമ്മൾ നടത്തി അവരെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അതിനകത്തൊന്നുമില്ല. അവര് പറയുന്നതിനകത്ത് ഭാഗികമായിട്ടേ ശരിയുള്ളൂ. അവരെ കുറിച്ച് തെറ്റായ വാർത്തകൾ കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്ത കൊടുത്താൽ ക്രിമിനൽ ഡിസ്ഫമേഷൻ അവർക്ക് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മാധ്യമങ്ങളിൽ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ക്രിമിനൽ ഇന്റിമിഡേഷന് ഫയൽ ചെയ്യാൻ പറ്റും.
അപ്പൊ മാധ്യമങ്ങളിൽ പെരുമാറുന്നത് കുറച്ചുകൂടെയൊക്കെ മര്യാദയ്ക്കൊക്കെ പെരുമാറണം. ഒരാൾ പറയുകയാണ്, ഞാനിപ്പോ പറയുകയാണ്, താങ്കൾ എന്നെ വിളിച്ചു, എനിക്ക് താങ്കളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ താങ്കൾ എന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ ചോദിക്കില്ല. മാറി നിന്ന് നമുക്ക് വിമർശനാത്മകമായിട്ട് വാർത്ത കൊടുക്കാം, ഇവര് പ്രതികരിക്കാൻ വിസമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇനിയും അവരെ പ്രഷർ ചെയ്യുന്നത് അവര് മീഡിയയില്ലേ, അവരെ ഹരാസ് ചെയ്യുകയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതിനകത്ത് രണ്ട് സൈഡും ഉണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, അതിജീവിത എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്ന ആദ്യത്തെ രാഹുൽ മാക്കൂട്ടൻ കേസിലെ ആദ്യത്തെ പരാതിക്കാരി അതിജീവിതയല്ല, അവരൊരു പരാതി കൊടുത്ത വ്യക്തി മാത്രമാണ്. ആ പരാതിയിൽ കേസ് ചാർജ് ചെയ്ത കേരള പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കേണ്ടതാണ്. കാരണം അവരുടെ പരാതി ബാർഡ് ബൈ ലിമിറ്റേഷൻ ആണ്. BNSS 514 വെച്ചിട്ട് 3 വർഷത്തിന് മുകളിൽ 3 വർഷത്തിനുള്ളിൽ ശിക്ഷ കിട്ടുന്ന വിതിൻ 3 years ഉള്ള കേസുകൾ ആ 3 വർഷത്തിനകത്ത്, 1 വർഷം ശിക്ഷിക്കുന്ന കേസുകൾ 1 വർഷത്തിനകത്തും 3 വർഷം ശിക്ഷ കിട്ടുന്ന കേസുകൾ 3 വർഷത്തിനകത്തും പരാതിപ്പെട്ടില്ലെങ്കിൽ ആ പരാതി ടൈം ബാർഡായി പോകും. 3 വർഷത്തിന് മുകളിൽ ശിക്ഷയുള്ള കേസുകൾ മാത്രമേ ലിമിറ്റേഷൻ ആക്ട് അപ്ലൈ ചെയ്യാതിരിക്കുള്ളൂ. ഇത് ചൂണ്ടിക്കാണിച്ച് ഞാൻ DGPക്ക് മെയിൽ അയച്ചിട്ടുള്ളതായിരുന്നു ഈ പരാതി പോയ സമയം. കാരണം ഇവരുടെ ആരുടെയും പരാതിയുടെ പുറത്തല്ലാതെ ഇവർ ഇങ്ങനെ പരാതിപ്പെട്ടു എന്ന് പറഞ്ഞ് തേർഡ് പേഴ്സൺസ് കൊടുത്തിട്ടുള്ള ഇമെയിലിന്റെ പുറത്ത് അന്നത്തെ സർക്കാരിന്റെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിലാണ്. ഞാൻ രാഹുൽ മാക്കൂട്ടത്തിന്റെ പ്രവർത്തികളെ ഒന്നും ന്യായീകരിക്കുന്ന ആളല്ല, അധാർമികമാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയും ആ ചെറുപ്പക്കാരൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നിയമപരമായി പറഞ്ഞാൽ ആ ചെറുപ്പക്കാരനെതിരെ ആദ്യത്തെ ആ പരാതികളിൽ പിന്നീടാണ് റേപ്പ് കേസൊക്കെ അലജ് ചെയ്ത് വന്നിട്ടുള്ളത്. അതും പറഞ്ഞു പറ്റിച്ചു, വിവാഹ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഈ കേസുകളൊന്നും ലിമിറ്റേഷൻ ആക്ട് വെച്ച് 3 വർഷത്തിന് മുമ്പ് സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും കേസ് എടുത്തത് തന്നെ തെറ്റാണ്. അത് FIR ക്വാഷ് ചെയ്ത് പോകാനായിട്ട് മൂവ് ചെയ്താൽ, ഈ കാര്യങ്ങൾ കാണിച്ച് മൂവ് ചെയ്താൽ FIR ഒക്കെ ക്വാഷ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഇവരെ ഒരു കാരണവശാലും അതിജീവിത എന്ന് പറഞ്ഞ് ഒരു പരിവേഷം അവർക്ക് കൊടുക്കുന്നത് തെറ്റാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചാർത്തിക്കൊടുക്കുന്ന ഒരു പട്ടമാണ്. അവരൊരു പരാതിക്കാരി മാത്രമാണ്, കേവലം ഒരു പരാതിക്കാരി. അത് ഒരു കാര്യം. 2, പോലീസ് ഈ അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെയും സന്ദീപ് വാര്യർക്കെതിരെയും രാഹുൽ ഈശ്വർക്കെതിരെയും ചാർജ് ചെയ്ത കേസുകളെല്ലാം അർണേഷ് കുമാറിന്റെ പരിധിയിൽ വരുന്നതാണ്. സുപ്രീം കോടതിയുടെ അർണേഷ് കുമാർ ജഡ്ജ്മെന്റ് അനുസരിച്ച് 7 വർഷത്തിന് താഴെ ഉള്ളതായതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും BNSS 35(3) നോട്ടീസ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ കയറി ചെന്ന് വീഡിയോ ഇതുണ്ട്, അവിടെ വെച്ചാണ് 35(3) നോട്ടീസ് കൊടുക്കണം. എന്നിട്ട് അവിടെ വെച്ച് ഫോഴ്സ് ചെയ്ത് രാഹുൽ ഈശ്വറിന്റെ വണ്ടി ഓട്ടിക്കുന്ന ഒരു പോലീസുകാരെ കയറി ഫോഴ്സ് ചെയ്ത് അപ്പ കൊണ്ടുപോവുകയാണ്. 35(3) നോട്ടീസ് പോലീസ് എന്തിനു കൊടുത്ത് കോടതിയിൽ ഞങ്ങൾ ഇത് കംപ്ലൈ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്തതാണ്. 35(3) നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ റീസണബിൾ ടൈം ഓഫ് അപ്പിയറൻസ് കൊടുക്കണം. നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വരണം എന്ന് പറഞ്ഞ് റീസണബിൾ ടൈം കൊടുക്കണം. എന്നിട്ടേ ആ നോട്ടീസ് സർവീസിന് ഒരു അർത്ഥമുള്ളൂ. അല്ലാതെ ഇപ്പം നിങ്ങൾ ഇങ്ങ് വന്നു കളയണം. രാഹുൽ മാക്കൂട്ടത്തിന് ഇതുപോലത്തെ ഒരു കേസിൽ അർദ്ധരാത്രി മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിനകത്തോട്ട് ചവിട്ടി കയറി, എന്നിട്ട് ഇവിടെ വലിയ നാടകം കാണിച്ച് ഇവിടെ കൊണ്ടുവന്ന് തിരുവനന്തപുരം കൺടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് 35(3) നോട്ടീസ് അവിടെ വെച്ച് ഒപ്പിടിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയിലുണ്ട്. അപ്പം സുപ്രീം കോടതിയെ പുല്ലുവില, ഞാൻ ഈ വാക്കെനിക്ക് ഉപയോഗിക്കാതിരിക്കാൻ ഒക്കില്ല, കേരള പോലീസ് സുപ്രീം കോടതിയെ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. ചുണയുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് ഞാൻ ഈ പറഞ്ഞ പരാമർശത്തിന് പോലീസ് എടുത്തിട്ട് ഞാനത് കോടതിയിൽ നേരിടാൻ തയ്യാറാണ്. കേരള പോലീസ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ DK ബസു കേസിലെ അറസ്റ്റ് ഗൈഡ് ലൈൻസും അർണേഷ് കുമാർ കേസിലെ ഗൈഡ് ലൈൻസിലും
മറ്റ് പല നിർണായക സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് പീസ്ഫുള്ളായിട്ട് കോൺസുമേഷ്യസ് ആയിട്ട് ബിഹേവ് ചെയ്ത് അവർ അതിനെ എല്ലാം ലംഘിക്കുകയാണ്. അതിന് അവർക്ക് അവരുടെ തലപ്പത്തിരിക്കുന്നവരുടെ പേക്ഷനേജ് ഉള്ളത് കൊണ്ടാണ്, പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഇംപ്യൂണിറ്റിയോട് കൂടി അവരിത് പെരുമാറും. അപ്പൊ ഈ വക്കീല് സുപ്രീം കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു. പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ വക്കീൽ അവിടെയൊന്നും പറഞ്ഞിട്ടില്ല. ആ വക്കീല് പോകേണ്ടിയിരുന്ന സ്ഥലം ഹൈക്കോടതിയായി. അത് സുപ്രീം കോടതി പറഞ്ഞത് ശരിയാണ്. പിന്നെ ഓറൽ ഒബ്സർവേഷൻസിന് യാതൊരു വിലയുമില്ല. ഓക്കെ സാർ, താങ്ക് യു. അതാണ് അതിന്റെ നിയമപരമായിട്ടുള്ള വശം. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു.